വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവരും. നാളെയാണ് പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും മൃതദേഹങ്ങളുമായി രാവിലെ മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 8:50 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും. തുടർന്ന് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്കാണ് എത്തിക്കുക. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് 3 മണിയോടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും 3:30 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ബന്ധുമിത്രാദികളും ജനപ്രതിനിധികളും നാട്ടുകാരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലൊവേനി തോമസും 32 അംഗ സംഘത്തോടൊപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. വിയറ്റ്നാമിലെ ഫൂക്കോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് വിനോദസഞ്ചാര ബോട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ജനം, കൊല്ലം.